ഒരു റീലൊക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ വീട്ടു സാധനങ്ങൾ സേഫായി ഷിഫ്റ്റ് ചെയ്യുന്നത്? എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഷിഫ്റ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ആളുകളെ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടികൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇവിടെയാണ് പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പാക്കിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് ഫീൽഡിൽ ഇതിനോടകം തന്നെ മികവ് തെളിയിച്ച ഹൈ പ്രൊഫഷണൽ ഫോമാണ് പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, പ്രോ കൊച്ചിൻ പാക്കേഴ്സിൻ്റെ സർവീസസ് എന്തൊക്കെയാണ് ഇവരുടെ ഷിഫ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഷിഫ്റ്റിംഗ് റേറ്റ് എത്ര വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ ടീം നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ശ്രീകാന്താണ് പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ മെൻറ്റർ. അതുപോലെ തന്നെ പ്രജിത്ത് പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ സർവേയറാണ്. അപ്പോൾ വേറെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ നമുക്ക് അവരെല്ലാവരെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ശ്രീകാന്തിലോട്ട് പോവാം, പിന്നെ അതിനുശേഷം പ്രജിത്തിൻ്റെ അടുത്ത് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്, എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസസ്? നമ്മൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പറയാം. പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ പറ്റി പറയുന്നത് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന് പറയാം. നമ്മളുടെ വീട്ടിലെ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് പലരും സിംഗിളായിട്ട് ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു സർവീസാണ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന് പറയുന്നത്. പാക്കേഴ്സ് ആൻഡ് മൂവ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഒരു വീട്ടു സാധനങ്ങൾ, ഓഫീസ് സാധനങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടെ ഷിഫ്റ്റ് ചെയ്യുന്ന കമ്പനികളെ പറയുന്ന പേരാണ് പാക്കേഴ്സ് ആൻഡ് മൂവ്സ് എന്നത്. പ്രോ കൊച്ചിൻ എന്നത് എറണാകുളം ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹൗസ് ഷിഫ്റ്റിംഗ് കമ്പനിയാണ്. ഞങ്ങൾ ഏകദേശം 5 വർഷമായിട്ട് ഈ സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ കയ്യിൽ പാക്കിങ്, ലോഡിങ്, അൺലോഡിങ്ങിനുള്ള ആളുകളും അതിനാവശ്യമായ വണ്ടികളും പാക്കിംഗ് മെറ്റീരിയൽസും ഒക്കെ ഞങ്ങൾക്കുണ്ട്. കുറച്ച് ആൾക്ക് മുമ്പ് വരെ നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് വരും നമ്മളെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് നമ്മൾ സാധാരണ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ആളുകൾക്ക് നല്ല തിരക്കായുള്ള ആളുകളെ നമുക്ക് കിട്ടാനില്ല. പിന്നെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൽ ഞങ്ങളുടെ ഉള്ള പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന കമ്പനികളൊക്കെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പരിചയമുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഷിഫ്റ്റിങ്ങിനിടയ്ക്കുള്ള ചില അപകട സാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പരമാവധി കുറവാണ്. അതെ, തീർച്ചയായിട്ടും. സോ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പലരും അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടോ ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും തിരക്കരിയും. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല പലപ്പോഴും. അപ്പോൾ ഇവിടെയാണ് പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ ഒരു പ്രസക്തി അല്ലോ. അതെ. അപ്പോൾ ഞങ്ങൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ ഒരു കാര്യം, നമ്മളെ വീട്ടു സാധനങ്ങൾ നമ്മളൊരു വർക്കിംഗ് രീതി ഇപ്പോൾ രാഹുലിൻ്റെ ഷിഫ്റ്റിംഗ് ആയി ചെയ്യണമെങ്കിൽ രാഹുലിൻ്റെ വീട്ടിൽ നമ്മൾ ഫുള്ള് രാഹുലിൻ്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ കൊണ്ട് അൺലോഡ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒറ്റ ഫോൺ കോളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് പാക്കിങ്ങിന്, ലോഡിങ്ങിന്, അൺലോഡിങ്ങിന് ഉള്ള എല്ലാ ഒരു സംവിധാനങ്ങളും നിങ്ങൾക്ക് ഒറ്റ ഫോൺ കോളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ഈ പാക്കിങ്ങിൻ്റെ സ്ട്രെസ്സും കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പാക്കേജ് ആൻഡ് ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഏതായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ശ്രീകാന്ത്, എത്ര നാളായി പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് തുടങ്ങിയിട്ട്? ഞങ്ങൾ ഏകദേശം 5 വർഷത്തോളമായിട്ട് നമ്മൾ എറണാകുളത്താണ് കൂടുതൽ സർവീസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഓൾ ഇന്ത്യ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെങ്ങോട്ടും നമ്മുടെ സർവീസ് ഉണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു ശ്രീകാന്ത്. താങ്ക് യു രാഹുൽ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രജിത്താണ്. പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ സർവേയറാണ് പ്രജിത്ത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രജിത്തിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ പ്രജിത്ത്, നിങ്ങളുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഷിഫ്റ്റിംഗ് ആണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾ വന്ന് ചെയ്തു തരുമോ? നമുക്ക് ഷിഫ്റ്റിങ്ങിന് ആവശ്യമായ എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ചെറിയ ഷിഫ്റ്റിംഗ് ആണെങ്കിലും വലിയ ഷിഫ്റ്റിംഗ് ആണെങ്കിലും അത് കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് സർവീസുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഈ അൺലോഡിങ് പ്രോബ്ലംസ് വരില്ലേ? നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ, തമിഴ്നാട് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ലോഡ് ചെയ്തിട്ട് അൺലോഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഉള്ളത്. പിന്നെ മുംബൈ, പഞ്ചാബ്, കൊൽക്കത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വെൻഡേഴ്സിന് വെച്ചാൽ ചെയ്യിക്കുന്നത്. അതായത് കോസ്റ്റ് കസ്റ്റമറിന് കുറയ്ക്കാൻ വേണ്ടിയും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ വെൻഡേഴ്സും കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത് അവിടെ അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ട് അൺലോഡ് ചെയ്ത് കൊടുക്കുന്ന പതിവാണുള്ളത്. ഓക്കെ. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് സർവീസസ് വരുവാണെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം. കേരളത്തിന് പുറത്തേക്കുള്ള സർവീസിൽ കൊണ്ടുപോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ഒരു മിനിമം ഒരു 5 ബോക്സിലും കയ്യിലുണ്ടാവണം. മാത്രമേ അതിലൊരു ഗുണം കിട്ടുള്ളൂ കസ്റ്റമർ. അപ്പോൾ നിങ്ങളുടെ ഈ പാക്കിംഗ് രീതികളെ പറ്റി ഒന്ന് പറയാമോ? എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ. ഈ ലോക്കലിൽ മൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് വരുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത് നമ്മൾ കിച്ചണിലെ യൂട്ടൻസിൽസ് കാര്യങ്ങളെല്ലാം എടുത്ത് ബോക്സിലാക്കുക എന്ന് വെച്ചാൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ബബിൾ റാപ്പ് ചെയ്തിട്ട് ബോക്സിലാക്കും. പിന്നെ കുറച്ച് ഫ്രെജൈലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. അതായത് TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിൾ ഗ്ലാസ്
അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒരു 3 ലെയർ പാക്കിംഗ് കൊടുക്കും. 3 ലെയർ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യം ബബിൾ റാപ്പ് ഇട്ട് പാക്ക് ചെയ്യും, അതിൻ്റെ മുകളിൽ കൊറിയേറ്റർ ഷീറ്റ് ഇട്ട് പാക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഫിലിം റാപ്പ് ചെയ്യും. ഇത്തരം സാധനങ്ങൾ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടിയടിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് സോഫ സെറ്റ്, മാട്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫിലിം റാപ്പ് വെച്ച് പിന്നെ ഒന്ന് റാപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ വളരെ സേഫായിട്ടായിരിക്കും ഇത് പാക്ക് ചെയ്ത് അങ്ങോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോ കൊച്ചിൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ പാക്കിംഗ് രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ലോക്കൽ ഷിഫ്റ്റിംഗ് ആകുമ്പോഴേക്ക് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്? ഈ ലോക്കൽ ഷിഫ്റ്റിംഗ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും പ്രൊസീജിയർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ തന്നെ വണ്ടി പോയിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് തൊട്ടടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തന്നെ കൊണ്ട് അൺലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പാക്കിംഗ് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ കാരണം നമ്മൾ അത്ര സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണ് ഈ പറഞ്ഞ 3 ലെയർ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ പോകുമ്പോൾ 2-3 വണ്ടി കയറി ഇറങ്ങിയായിരിക്കും പോകുന്നത്. അതായത് ഈ ബോംബെ പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 2 വണ്ടി മാറി കയറിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത്രയും ലോങ് ഡിസ്റ്റൻസിൽ പോകുമ്പോൾ നമ്മൾ അത്ര നല്ല പാക്കിംഗ് കൊടുത്തിരിക്കണം. ലോക്കൽ ഷിഫ്റ്റിംഗ് നമ്മൾ മൂവ് ചെയ്യുന്ന യൂഷ്വലി ഉള്ള കിച്ചൺ യൂട്ടൻസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലോത്ത്സ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് കൊണ്ട് നമ്മൾ പാക്ക് ചെയ്യും. ബാക്കിയുള്ള ഐറ്റംസ്, ഫ്രെജൈലായിട്ട് ഐറ്റംസ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ റീയൂസബിൾ ഫോം ഷീറ്റ് ഉണ്ട്. ആ ഫോം ഷീറ്റിൽ പൊതിഞ്ഞിട്ട് നമ്മൾ തിരിച്ചവിടെ കൊണ്ടിട്ട് അൺറാപ്പ് ചെയ്ത് തിരിച്ചെടുത്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ എക്സാക്റ്റ് പ്ലേസിൽ കൊണ്ടുവച്ച് തരുവാണോ അതോ ഒരൊറ്റ റൂമിൽ കൊണ്ട് വെച്ച് തരുവാണോ ചെയ്യാറ്? നല്ല ചോദ്യമാണത്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം നിങ്ങളത് മറ്റേ സിറ്റൗട്ടിൽ കൊണ്ടിട്ടിട്ട് പോവോ അല്ലെങ്കിൽ റൂമിനുള്ളിൽ വെച്ച് തരില്ലേ, അവർക്ക് ഇങ്ങനെ മുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മിക്ക കസ്റ്റമേഴ്സ് ഇത് ചോദിക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി പാക്ക് ചെയ്യുന്ന ബോക്സുകൾ, അതായത് കിച്ചണിലെ ഐറ്റംസ്, ക്ലോത്ത്സ്, കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ബോക്സുകളുണ്ടല്ലോ, ആ ബോക്സുകൾ ഇപ്പോൾ കിച്ചൺ ഐറ്റംസ് ആണെങ്കിൽ അത് കിച്ചണിൽ കൊണ്ടുവയ്ക്കും, പിന്നെ ക്ലോത്ത്സ് ആണെങ്കിൽ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അൺപാക്ക് ചെയ്ത് കൊടുക്കില്ല, അത് ആ ബോക്സുകൾ അങ്ങനെ സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് വെക്കേണ്ടത് ആ പ്ലേസിൽ കൊണ്ട് വെച്ച് കൊടുക്കും. ഇപ്പോൾ ഫ്രിഡ്ജാണെങ്കിൽ കിച്ചണിൽ കൊണ്ട് വയ്ക്കും, വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അത് അവരെവിടെയാണ് വെക്കേണ്ടത് അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കും. പിന്നെ കട്ടിലൊക്കെ ഉണ്ടാവും, കട്ടിലൊക്കെ നമ്മൾ തന്നെ അഴിച്ച് അത് റീഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏത് ടൈപ്പുള്ള കട്ടിലുകളാണെങ്കിൽ നമ്മൾ അഴിച്ച് റീഫിറ്റ് കൊടുക്കാറുണ്ട്. അതായത് മൾട്ടിവുഡിൻ്റെ ആണെങ്കിലും നോർമൽ വുഡൻ കോട്ടാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ AC കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ അഴിച്ച് റീഫിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, എത്ര രൂപയാണ് ഷിഫ്റ്റിങ്ങിന് ചിലവ് വരുന്നത്? ഈ ഹൗസ് ഷിഫ്റ്റിംഗ് പാക്കേജ് മൂവേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ്. അതായത് നമുക്ക് എത്ര ലേബർ വേണം, വണ്ടി ഏത് സൈസിലായിരിക്കണം, ഈ വണ്ടി പോകുന്ന സ്ഥലത്തും അൺലോഡ് ചെയ്യുന്ന സ്ഥലത്തും വണ്ടി കയറുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പം അതിനനുസരിച്ച് ഷിഫ്റ്റിംഗ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആക്ച്വലി എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമേ, അതായത് കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും മാറുന്നതനുസരിച്ച് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. സാധനങ്ങളുടെ ലിസ്റ്റും പിന്നെ ഡിസ്റ്റൻസും മാറുന്നതനുസരിച്ച് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ചെറിയ ലോക്കൽ ഷിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ, അതായത് വണ്ടി കയറും വേറെ ബുദ്ധിമുട്ടൊന്നും, ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഒരു കട്ടിൽ, പിന്നെ ഒരു 4-5 ബോക്സ് പാക്കിംഗ് ഉള്ളുവെങ്കിൽ നമുക്കൊരു 4500 മുതൽ റേറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് ബുക്ക് ചെയ്യേണ്ടത്, അതുപോലെ എത്ര ദിവസത്തിന് മുമ്പ് ബുക്ക് ചെയ്യണം? ഈ വീക്കെൻഡ്സ്, ഹോളിഡേ പോലുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും. പിന്നെ ഇത്തിരി കൂടി ഇതുള്ളത് നമ്മുടെ വീക്ക് ഡേയ്സിലായിരിക്കും. വീക്ക് ഡേയ്സിൽ ഡേറ്റ് ഉണ്ടാവും, എന്നാലും എത്രയും നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. കാരണം നമുക്ക് ഷെഡ്യൂൾഡ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത കസ്റ്റമർ അപ്പോൾ തന്നെ അപ്രൂവ് ചെയ്തിട്ട് ആ ഡേറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാറ് മതിയോ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു വർക്ക് പറയുമ്പോൾ അത് ഷെഡ്യൂളാക്കാൻ താമസം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും നേരത്തെ ബുക്ക് ചെയ്യുന്നോ അത്ര നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള വിവരങ്ങൾ ഞങ്ങൾ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ പ്രജിത്ത്, താങ്ക് യു.